പ്രണയം നടിച്ച് 49 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസിൽ ബിഗ് ബോസ് താരവും നടനുമായ ഷിയാസ് കരീമിന്റേതെന്ന് പറയുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. പരാതിക്കാരിയാണ് സന്ദേശം പുറത്തുവിട്ടത്. ജിമ്മിന്റെ നവീകരണത്തിനടക്കം ഷിയാസ് പണം ആവശ്യപ്പെടുന്നതും പണം നേരിട്ട് നൽകിയാൽ മതിയെന്ന് പറയുന്നതും ഓഡിയോയിൽ വ്യക്തമാണ്. സംഭവത്തിൽ പ്രതികരണവുമായി ഷിയാസും രംഗത്തെത്തിയിട്ടുണ്ട്. സത്യം മറനീക്കി പുറത്തുവരുമെന്നാണ് ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ നടൻ പറയുന്നത്. 60 വയസ്സുള്ള സ്ത്രീയാണ് പരാതി നൽകിയത്. അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യം തനിക്കില്ല എന്നും ഷിയാസ് പറയുന്നു. പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പരാതിക്കാരിയാണ് തന്നിൽ നിന്നും പണം വാങ്ങിയതെന്ന് പറഞ്ഞ ഷിയാസിന്റെ ആരോപണങ്ങളെ തള്ളുന്ന ഓഡിയോ സന്ദേശങ്ങളാണ് സ്ത്രീ പുറത്തുവിട്ടിരിക്കുന്നത്. ജിം നവീകരിക്കാൻ 20 ലക്ഷം രൂപ നൽകണം, പണം അക്കൗണ്ടിൽ ഇടേണ്ടെന്നും കോഴിക്കോട് വരുമ്പോൾ നേരിട്ട് തന്നാൽ മതിയെന്നും ഷിയാസ് പറയുന്നുണ്ട്. എല്ലാ കാലവും ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പും സ്ത്രീക്ക് നൽകുന്നുണ്ട്. അഡ്വാൻസ് കൊടുക്കണം, അങ്ങനെ കോയമ്പത്തൂരിലും പോകേണ്ടി വരും ചിലപ്പോൾ നോമ്പിന്. മറ്റേത് കിട്ടാണെങ്കിൽ അയക്കട്ടെ. എനിക്ക് ഈ 1 പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്നെ കയ്യിൽ പണിക്കാശ് പടപെടാന്ന് പണിയും ചെയ്ത് തീർക്കാലോ. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എൻ്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചു പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. ഷിയാസ് കരീമിനെതിരെ സാമ്പത്തിക വഞ്ചനയ്ക്കും ലൈംഗിക ചൂഷണത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇവർ തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും സ്ത്രീ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതേസമയം ആരോപണം നിഷേധിച്ച ഷിയാസ് വീണ്ടും രംഗത്തെത്തി. വ്യാജ പരാതികളാണെന്നും സത്യം മറനീക്കി പുറത്തുവരുമെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ ഷിയാസ് പറയുന്നു. എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ പെങ്ങളിൽ നിന്നും വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എൻ്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പേ ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവർ എൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിനു മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണ്. കാര്യം ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഇരുവരും തമ്മിലുള്ള ഇടപാടുകൾ നടന്നത് കോഴിക്കോടായതിനാൽ കേസ് ചേവായൂർ പോലീസിന് കൈമാറും. കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.